കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകത്തിൽ അതിമനോഹരമായ ഒരു വചനമുണ്ട്. മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞ് ദൈവം ഒരു അനുഗ്രഹം കൊടുക്കുന്നത്. എന്താണ് പറയണതെന്നറിയാമോ? സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. അതാണ് ഉൽപ്പത്തി 1:28. ഇങ്ങനെയാണ് തൊഴിൽ വരണത്. നമുക്ക് അധ്വാനമില്ലേ? നെറ്റിയിലെ വേർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ ചില ആൾക്കാരെങ്കിലും അതിൻ്റെ പാപത്തിൻ്റെ പരിണതപരമായിട്ട് ക്ലേശം വന്ന പോലെയുള്ള വ്യാഖ്യാനമാണ്. അതൊരു നുണയാണ് ശരിക്കും പറഞ്ഞാൽ. അതല്ല സത്യം. അതായത് സന്താന പുഷ്ടിയുള്ളവരെ പെരുകി ഭൂമിയെ നിറഞ്ഞ് അതിനെ കീഴടക്കുവേൻ. അതായത് ഭൂമി എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കണത് ഒരു വ്യക്തി വളർന്നു വരാനുള്ള ഭൗതിക സാഹചര്യമാണ് അവൻ്റെ ഭൂമി എന്ന് പറയുന്നത്. ഈ ഭൗതിക സാഹചര്യം ചില സമയത്ത് വെല്ലുവിളികൾ ഉയർത്തും. ഭൗതിക സാഹചര്യം വെല്ലുവിളികൾ ഉയർത്തുമ്പോഴെന്താണ് ചെയ്യണത്? മനുഷ്യൻ അവൻ്റെ തൊഴിലും പ്രയത്നവും കൊണ്ടാണ് അതിനെ പ്രതിരോധിക്കുന്നത്. അങ്ങനെയാണ് ജീവിതത്തെ നമ്മൾ കീഴടക്കുന്നത്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ കീഴടക്കാൻ വേണ്ടിയുള്ള അനുഗ്രഹാശംസകൾ കൊടുത്തുകൊണ്ടാണ് മനുഷ്യനെ ദൈവം ഇവിടെ സൃഷ്ടിക്കുന്നത്. ശരിക്കും അതാണ് സൃഷ്ടിയുടെ ജനിതകമായ ഒരു നമുക്ക് ആത്മീയ ജീവനാംശം പോലെ നമുക്ക് കിട്ടുന്ന ജനിതക അനുഗ്രഹമാണത്. ഈ അനുഗ്രഹം പോണത് മനുഷ്യൻ ദൈവത്തിൻ്റെ മനസ്സിൽ നിന്ന്, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും ഇഷ്ടത്തിൽ നിന്നൊക്കെ മാറി വരുമ്പോൾ സ്വാഭാവികമായും ആ അനുഗ്രഹം അങ്ങനെ വണൗട്ടിയായി പ്രളയമൊക്കെ മനുഷ്യൻ ക്ഷണിച്ച് വരുത്തുകയാണ് ചെയ്യണത് നോഹിൻ്റെ പുസ്തകത്തിൽ വരുമ്പോൾ. എന്നിട്ട് പിന്നെയും ദൈവം ഉടമ്പടിയിലൂടെയാണ് നഷ്ടപ്പെട്ട ഭൗതിക ലോകത്തെ, ജീർണത നേരിട്ട് വനിഷായിപ്പോയ ലോകത്തെ തിരിച്ചു പിടിക്കാനും ദൈവം ഒരു പദ്ധതി കൊടുത്തതാണ് ആദ്യ ഉടമ്പടി വരണത്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള
ഈ ഭൗതിക സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തുക, ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നേരിട്ട് കൊണ്ട് നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളെ പരിപോഷിപ്പിക്കുക എന്നുള്ള ഒരു നടപടിയാണ്. ഈ തൊഴിൽ ഇപ്പോൾ ചില സമയത്തും ആകസ്മികമായിട്ട് നമുക്ക് നമ്മുടെ തൊഴിൽ നഷ്ടപ്പെടും, വരുമാന മാർഗങ്ങൾ ചിലപ്പോൾ നഷ്ടപ്പെടും. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉണ്ണിമിശിഹായെയും കൊണ്ട് ഇവർ ജീവന രക്ഷാർത്ഥം ഓടി ഈജിപ്റ്റ് ചെല്ലുമ്പോഴേ അവിടെ 2 കൊല്ലം താമസിക്കണമെന്നുണ്ടെങ്കിൽ ഔസേപ്പിതാവിന് എന്നാ മാർഗം? തൊഴിൽ തകർച്ചയാണ് ശരിക്കും. പറിച്ച് നടപ്പെടുമ്പോൾ ഈ നാട്ടിലെ തൊഴിൽ ആ നാട്ടിൽ അറിയത്തില്ല, അത് വേറെ തരം കണക്കും കയ്യൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവിക പട്ടിണി ഉറപ്പാണ്. അപ്പോൾ ഈ തൊഴിൽ മാറ്റത്തിൻ്റെ ഇടയിൽ ചെറിയ പട്ടിണികളൊക്കെ വരും. പക്ഷേ ദൈവത്തിൻ്റെ പരിപാലന എപ്പോഴും ദൈവപൈതൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഔസേപ്പിതാവിന് പട്ടിണി വരാൻ പോകണമെന്നുള്ളത് ദൈവത്തിനറിയാം. കാരണം ഈ പൂജ്യരാജക്കന്മാർ വന്നപ്പോഴേ എല്ലാവരും മീറയാണ് കൊടുത്തിരുന്നെങ്കിൽ എന്ത് ചെയ്തേനോ? ഒന്നും ചെയ്യാനില്ല. എല്ലാവരും കുന്തിരിക്കം കൊടുത്തിരുന്നെങ്കിൽ എന്ത് ചെയ്തേനോ? ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ടാണ് ഒരാളിൻ്റെ കയ്യിൽ ദൈവം ഇത്തിരി പൊന്ന് കൊടുത്തു വിട്ടത്. കാര്യം ഇനി തൊഴിലില്ലാത്ത കാലം വരികയാണ്, തൊഴിൽ മാറ്റത്തിലെ പട്ടിണിക്കാലം വരികയാണ്. അപ്പം ക്ഷാമത്തിൻ്റെ കാലം വരും മുമ്പ് സമൃദ്ധിയുടെ കാലം വരും. സമൃദ്ധിയുടെ കാലത്തെ മിതമായി കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ജീവിതത്തിൻ്റെ തകർച്ചയോ ഉയർച്ചയോ. ഈ പല ആൾക്കാരും പട്ടിണി പരിവട്ടമൊക്കെ ആയിപ്പോയത് കർത്താവ് പരിപാലിച്ച കാലത്ത് വേലപ്പെടേണ്ടി കാണിച്ചിട്ടാണ്. അതിനൊക്കെ ഒരു അഹങ്കാരം വെടിഞ്ഞൊരു എളിമയുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പരിപാലനം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ കമ്പനി അടച്ചും തൊഴിൽ നഷ്ടപ്പെടുത്തിയും ആരും തോപ്പിക്കാനൊന്നും ആരും വിചാരിക്കേണ്ട കാര്യമില്ല. തോപ്പിക്കാൻ പറ്റത്തില്ല. കാരണം ദൈവമാണ് നിന്നെ സൃഷ്ടിച്ചെങ്കിൽ നിനക്കിട്ട് ആര് പണി ചെയ്താലും ശരി, നീ ദൈവദുരുസിന് നിൽക്കുന്നുള്ള കാലം നിന്നെ തോപ്പിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ പണ്ട് ഒരിക്കലും ഒരു അമ്പലപ്പുഴ എന്ന് പറഞ്ഞ് പള്ളിയിരിക്കുക, സന്ധ്യയ്ക്ക് ഞാൻ എവിടെയോ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ കൊടിമരത്തിൻ്റെ കൊലായിരുന്നുകൊണ്ട് ഭയങ്കര തർക്കമാണ്. വഴക്കാണെന്ന് തന്നെ അവിടെ. ഞാൻ അടുത്ത് ഇരുട്ടായിരുന്നു. ഞാൻ ചെന്നപ്പോൾ ഞാൻ എന്നെ പറ്റി അച്ഛനത്തിലേക്ക് ഞങ്ങൾ വന്നതാണ്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പടം മാറിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഇടിയാളെന്ന് പറഞ്ഞു. വരുമാനം ഇല്ലാത്തതുകൊണ്ടാണ്. ഞങ്ങൾ രണ്ട് ജാതിയിൽ നിന്ന് കല്യാണം കഴിച്ചതാണ്. അപ്പോൾ ഞാൻ തമിഴ്നാട്ടുകാരനാണ്, ഇവിടെ നാട്ടിലാണ് കുറേ നാളായിട്ട് ഇവിടെ ജീവിക്കണത്, ഇവളെയാണ് കെട്ടിയത്. അപ്പോൾ ഇവളെ കെട്ടി ഞങ്ങളെ സ്നേഹിച്ച് കെട്ടിയതാണ്. അത് കാരണം ഞങ്ങൾക്ക് ഇവരുടെ വീട്ടുകാരെല്ലാം ഞങ്ങളെ ബോയ്ക്കോട്ട് ചെയ്ത് ഞാൻ പുറത്താണ്, എനിക്ക് ഇവർ പണി തരണില്ല അച്ഛാന്ന് പറയും. ഇപ്പോൾ അതായത് ഞാൻ ഇവളെ ഉപേക്ഷിക്കണമെന്നാണ് പറയണത്. അതുകൊണ്ട് എനിക്ക് പണി തരണില്ല, അവരുടെ പണിയുടെ അവിടെ കൂടെ നാട്ടിൽ വന്ന് അവരുടെ പണി പഠിച്ച് അങ്ങനെ ഞങ്ങൾ ലൗകികമായിട്ട് ഇവിടെ കെട്ടിയതാണ്. പക്ഷേ ഇപ്പം ഇവർ പ്രശ്നമായി, ഇവരുടെ വീട്ടിൽ ഞങ്ങളെ ഇറക്കി വിട്ട് എന്നെ പണിയൊക്കെ എടുക്കണില്ല അച്ഛാന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവൾക്കും എന്നെ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോൾ എനിക്ക്. ആ കാര്യം ഇത്രയും സ്നേഹിച്ച് കെട്ടിയപ്പോൾ ഇപ്പോൾ പരിമാനമില്ല വന്നപ്പോൾ ഇവർ തമ്മിൽ ഈ ഇരിപ്പരുവത്തിലായില്ലേ. ഞാൻ രണ്ടിനെ കൊടിവരച്ച് വിട്ട് മുട്ടി നിർത്തി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ പോ, കർത്താവ് വിഷയത്തിൽ തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇവൾ വീട്ടിൽ പോയി. പിറ്റേ ദിവസം അവൻ മധുരയിലോട്ട് പോയി. അവന് മധുരയിലാണ് അവൻ്റെ വീട്. കാര്യം ഇവിടെ പണിയില്ലല്ലോ. അവൻ പോയി വണ്ടിക്ക് ഇറങ്ങി ബസ്സിന് ഇറങ്ങിയപ്പോൾ ഉണ്ട് ഉതളങ്ങ പന്ത് അവിടെ കിടക്കണം. കുറേ ഉതളങ്ങ പന്തിയും നഞ്ചിങ്കായില്ലേ, നഞ്ചിങ്ക മധുരയിൽ വെള്ളത്തിൽ അവൻ വണ്ടി ഇറങ്ങിയപ്പോൾ അവൻ്റെ ചിറ്റപ്പൻ, അപ്പൻ്റെ അനിയൻ ഈ ഉതളങ്ങ പന്ത് ഉണക്കണം ഇവിടെ. അപ്പോൾ ചിറ്റപ്പനോട് ചോദിച്ചു, ചിറ്റപ്പ എന്നാ ഇതിനാണ് ഈ ഉതളങ്ങപ്പന്ത് പറഞ്ഞു. ഇത് കയറ്റി അയക്കേണ്ടെന്ന് പറഞ്ഞു. അവരെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഉതളങ്ങപ്പന്ത് വെട്ടിയിട്ട് അതിൻ്റെ കാമ്പ് കളഞ്ഞിട്ട് ഇത് ആന്ധ്രയിൽ കൊടുത്ത് പ്രോസസ്സ് ചെയ്തിട്ട് ഇത് സ്വർണത്തിൻ്റെ ഈ ഉതളങ്ങപ്പന്ത് വെട്ടി ഉണക്കി ബ്ലീച്ച് ചെയ്യുമ്പോൾ നല്ല സ്വർണ്ണ കളറാകും. പിന്നെ അതിൻ്റെ സ്വർണ്ണ പെയിൻറ്റ് മെഷീനിൽ സ്വർണ്ണ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് ഇതിനൊരു അടപ്പ് വെച്ച് കഴിയുമ്പോൾ രത്നം വെക്കാനുള്ള ചെപ്പായിട്ട് ജർമ്മനിലോട്ട് കയറ്റി അയക്കുകയാണ്. അപ്പോൾ ഒരു ഉതളങ്ങപ്പന്തിന് നല്ല വിലയാണ്. അപ്പോൾ ചിറ്റപ്പനോട് ചോദിച്ചു, ചിറ്റപ്പ എനിക്ക് കുറച്ച് ഉതളങ്ങപ്പന്തിൻ്റെ ഓർഡർ തരുമെന്ന് ചോദിച്ചു. കാര്യം ഈ അമ്പലപ്പുഴ ഇല്ലിച്ചർ ഭാഗങ്ങളിലൊന്ന് കായലിൽ നിറച്ച് 10,000 കണക്കിന് ഉതളങ്ങപ്പന്തുണ്ട്. ആ പറഞ്ഞു, നിനക്ക് 1 രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞു.
അപ്പോൾ ഉടനെ അവൻ ഇവിടെ വന്നിട്ട് കൊച്ചു വെള്ളം എടുത്ത് കായലോരത്തെല്ലാം മുതലങ്ങാപ്പന്ത് പറിച്ചിട്ട് ഞാൻ ഒരു ദിവസം നോക്കുമ്പോൾ ഈ നമ്മുടെ കണ്ടെയ്നർ കയറ്റി അയക്കണം 10,000 കണക്ക് മുതലങ്ങാപ്പന്ത്. അതായത് തോപ്പിക്കാൻ പറ്റത്തില്ല. കാര്യം നിന്നെ സൃഷ്ടിച്ചിരിക്കണം നിൻ്റെ ദൈവമാണ്. കമ്പനി അടച്ചിട്ടോ തൊഴിൽ തടസ്സപ്പെടുത്തുകയോ തോപ്പിക്കാൻ പറ്റത്തില്ല. നമ്മൾ ജയിക്കും. കാര്യം എന്താണെന്നറിയാവോ? അപ്പം ജീവിത പ്രതിസന്ധികളിൽ നീ പതറരുതൊരിക്കലും. പിന്നെ എന്തെങ്കിലും ദൈവം പരിപാലിക്കുമ്പോൾ നിനക്ക് ആസ്തി കിട്ടുമ്പോൾ നീ ദൈവത്തെ മറക്കുകയും ചെയ്യരുത്. അഹങ്കാരിയായിട്ട് ആൾ കളിക്കാൻ വേണ്ടി നിന്ന് ദൈവത്തെ മറക്കുകയും ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പരിപാലന നമുക്ക് അനുഭവിക്കാൻ പറ്റും. ദൈവം എല്ലാ മേഖലയും പരിപാലിക്കും. പക്ഷെ പരിപാലനം നീ അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ നീ അത് എളിമപ്പെട്ടിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് സ്വയം സമർപ്പിക്കണം. ദൈവവേദന കർത്താവിൻ്റെ തിരുസന്നിധിയിലെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ പതരാതെ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി നിൻ്റെ ഭൗതിക സാഹചര്യത്തെ കീഴടക്കാൻ പറഞ്ഞ കർത്താവിൻ്റെ വചനങ്ങൾ ആശംസിച്ചുകൊണ്ടാണ് ബൈബിള് മനുഷ്യനെ ആശീർവദിക്കുന്നത്. കർത്താവേ, ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലും ജീവിതത്തിൽ ഭൗതിക സാഹചര്യം ഉയർത്തുന്ന വെല്ലുവിളികളെ കർത്താവിൻ്റെ പരിപാലനയെ പ്രതിരോധിച്ചുകൊണ്ട് ജീവിത വിജയം നേടാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 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 കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ കേട്ട വചനത്തിൻ്റെ അഭിഷേക ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. 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 യേശുവേ, കരങ്ങളടിച്ചുകൊണ്ട് പാടുകയാണ്. കർത്താവായ ദൈവമേ, അവിടുത്തെ വചനത്തിൻ്റെ ശക്തിയാൽ എളിമയോടുകൂടി ദൈവ തിരുസന്നിധിയിൽ വ്യാപരിക്കാൻ, ദൈവ അനുഗ്രഹം പ്രാപിക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കുന്നു. വചനത്തിൽ കേട്ടതുപോലെ പ്രവർത്തിക്കാൻ അങ്ങ് ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകണമേ. നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കുക, കുടുംബജീവിതത്തിൻ്റെ ആവശ്യങ്ങളെ സമർപ്പിക്കുക. ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോ മകനും മകളും ദൈവകൃപയാൽ ആശീർവദിക്കപ്പെടുകയാണ്. വിശുദ്ധിയോടെ വ്യാപരിക്കാൻ, എളിമയോടെ വ്യാപരിക്കാൻ എൻ്റെ ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. ദേശത്തു ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ദേശത്തു ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എന്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എന്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. ഹല്ലേലൂയ. ആരാധന സ്തുതിക്കുന്ന കർത്താവേ, കർത്താവേ, ആത്മാവിനെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ദേശങ്ങൾ ആശീർവദിക്കപ്പെടണമേ. ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവരെയും ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും മക്കളുടെ മേലും കർത്താവേ, അവരിപ്പോൾ മനസ്സിൽ എന്താഗ്രഹിക്കുന്നുവോ, എന്താഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവിടെയെല്ലാം ദൈവത്തിന്റെ ശക്തി അഭിഷേകമാകട്ടെ. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു സാക്ഷ്യം പ്രാർത്ഥനാപൂർവ്വം ശ്രദ്ധിക്കാൻ പോവുകയാണ്. ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ
പ്രാർത്ഥനയെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതാവസ്ഥകൾ അതിജീവിക്കാൻ നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് സാക്ഷ്യം കേൾക്കാം. എൻ്റെ പേര് ഷൈനി ബാബു. ഞങ്ങൾ ഇടുക്കി ജില്ലയിൽ വണ്ടമറ്റത്തു നിന്ന് വരുന്നു. ഇതെൻ്റെ ചേട്ടത്തിയുടെ മകളുടെ മകനാണ്. ഇവൻ 5 വയസ്സേ ഉള്ളൂ. ഇവനൊരു ഡിസംബർ മാസത്തിലൊരു ദിവസം സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഭയങ്കരമായ ഛർദിയും വയറുവേദനയായിട്ടാണ് തിരിച്ച് വീട്ടിൽ വന്നത്. അവൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിച്ചു. അവിടെ അഡ്മിറ്റ് ചെയ്തു. പിന്നെ ട്രിപ്പിട്ടൊക്കെ മരുന്ന് കൊടുത്തു. യാതൊരു കുറവും കൊച്ചിനില്ല. ഉടനെ സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴാണ് കൊച്ചിൻ്റെ പാൻക്രിയാസിനോട് ചേർന്ന് ഒരു മുഴ, അത് 9 സെൻറ്റിമീറ്ററോളം മുഴുപ്പുള്ളൊരു മുഴയായിരുന്നു ആദ്യം. ബ്ലീഡിങ് ഉണ്ട്, പിന്നെ ഭയങ്കരമായ ഇൻഫെക്ഷൻ. കൊച്ചിന് ഒരു പച്ചവെള്ളം പോലും കൊച്ചിന് കുടിക്കാൻ പാടില്ലാത്ത അവസ്ഥ. കുടിച്ചാൽ അപ്പം ഛർദ്ദിക്കും, ഭയങ്കര വേദന. കാരിതാസിലെ ഡോക്ടറെ വന്ന് കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എത്രയും വേഗം ഓപ്പറേഷൻ വേണം. അവിടെ പരിശോധിപ്പിച്ചപ്പോഴത്തേനും അത് ഒരു ക്രിക്കറ്റ് ബോളിൻ്റെ അത്രയും മുഴുപ്പുള്ള 12 സെൻറ്റിമീറ്ററോളം മുഴുപ്പുള്ള ഒരു മുഴയായിട്ട് മാറിയായിരുന്നു അവിടെ വന്ന് കണ്ടപ്പോൾ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എത്രയും വേഗം ഓപ്പറേഷൻ ചെയ്യണം, 3 ലക്ഷത്തോളം രൂപയാകും ഓപ്പറേഷന് മാത്രം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ എല്ലാവരും വളരെ വിഷമത്തോടുകൂടി എല്ലാവരോടും പ്രാർത്ഥനാ സഹായങ്ങളൊക്കെ ചോദിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷേ അതിന് മുമ്പ് ഒരു ആഴ്ച മുമ്പ് എനിക്ക് ഈ കൃപാസനം പത്രം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് അത് മേടിച്ച് ചുമ്മാ ബാഗിൽ വെച്ചു. അവർ പറഞ്ഞു ഇങ്ങനെ ശാലോം ടി വിയിൽ ധ്യാനമുണ്ട്. ഉടനെ ഞാൻ ഇവിടെ വിളിച്ചു, മോളെ ഇങ്ങനെ കൃപാസനം എന്ന് പറഞ്ഞ് എന്താണെന്നും ആൻറ്റിക്ക് അറിയത്തില്ല, പക്ഷേ ഇങ്ങനെ ഒരു പത്രം ആൻറ്റിയുടെ കയ്യിലുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു ദേ ആൻറ്റി ഇപ്പം വേറൊരാൾ ഇതേപോലെ തന്നെ കൃപാസനത്തിൻ്റെ കാര്യം എന്നോട് പറഞ്ഞ് ഫോൺ വെച്ചോളൂ, നമുക്ക് എന്നായാലും പോകാം ആൻറ്റി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡിസംബർ 30 ഞായറാഴ്ച അന്വേഷിച്ച് പേർക്ക് ഞങ്ങളിവിടെ വന്നു. 6 നിയോഗങ്ങൾ വെച്ചു. തമ്പുരാൻ്റെ കൃപയാൽ ഞങ്ങൾക്ക് ധ്യാനം കൂടി. ജനുവരി 3 ഇവർ അമൃതയിൽ ചെല്ലുന്നു. അമൃതയിൽ നിന്ന് ഡോക്ടറോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പം 12 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്ന മുഴ 6 സെൻറ്റിമീറ്റർ. ഡോക്ടർമാരുടെ അഭിപ്രായത്തിൽ ഇവന് വന്ന മുഴ ഒരിക്കലും ചുരുങ്ങത്തില്ല, ചുരുങ്ങി പോണ മൊഴിയല്ല ഇവന് വന്നേക്കുന്നതെന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒരു മാസം ഒന്ന് വെയിറ്റ് ചെയ്യാം, നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഫെബ്രുവരി 5 രണ്ടാമത്തെ ചെക്കപ്പ്. 1 മാസം കഴിഞ്ഞ് ഫെബ്രുവരി 5 ഞാനിവിടെ കൃപാസനത്തിലേക്കും പോകുന്നു, ഇവർ അമൃതയിലേക്കും പോയി. ഞാൻ മാതാവിനോട് പറയും എൻ്റെ മാതാവ് ഞാനിവിടെ ധ്യാനത്തിന് കയറുക. തിരിച്ചിറങ്ങി ഞാൻ ആദ്യം വിളിക്കുമ്പോൾ കേൾക്കുന്നത് എൻ്റെ കുഞ്ഞിന് ഓപ്പറേഷൻ വേണ്ടാന്ന് പറയണമായിരിക്കണേ എൻ്റെ മാതാവേ എന്ന് പറഞ്ഞാൽ ഞാൻ അകത്ത് കയറി. ഇവർ പോയി. ഞാൻ തിരിച്ച് 3 മണി കഴിഞ്ഞ് അച്ഛൻ്റെ ധ്യാനം കഴിഞ്ഞ് ഇറങ്ങി. ഞാൻ ഇവിടുന്ന് പോരുകയെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിന് ഓപ്പറേഷൻ വേണ്ടാന്ന് ഡോക്ടർ. ആ മൊഴി ഇരുന്ന ഭാഗം അങ്ങനെ ഒരു സംഭവമേ ഇല്ലാതെ ചുരുങ്ങിപ്പോയി. അവിടെ മൊഴിയില്ല ഇപ്പം. പ്രിയപ്പെട്ടവരെ, നമ്മൾ കേട്ട സാക്ഷ്യത്തിൻ്റെ ദൈവികമായ ഇടപെടലാണ്. എപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഞാൻ നിനക്ക് ചേർന്ന ഒരു ഇണയെ തരുമെന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ട് ഉൽപ്പത്തിയിൽ. നമ്മൾ ഉൽപ്പത്തി 2:20 വായിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ചേർന്ന ഇണ നമുക്കറിയാം. നമുക്ക് ഏറ്റവും ചേർന്ന ഇണ അന്ത്യം വരെ ആരാണ്? ദൈവം തന്നെയാണ്. ആരാധനയിലൂടെ ഈശോ നമ്മോട് പറയണത് എന്താ? കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ വാഗ്ദാനം പാലിക്കുകയാണ് കുർബാനയിലൂടെ. ആ ഒരു ബോധത്തോടു കൂടി ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിലെ സന്ധിപ്പായി അനുഭവിക്കാനുള്ള വലിയ സ്വർഗീയ പദ്ധതിയാണ് ദൈവാരാധന. ആരാധനാവുന്ന ദൈവമേ അങ്ങേ ആരാധിക്കുകയാണ്. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ. ചേർന്ന് പാടാം. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ.
അർപ്പിക്കും നീ കാഴ്ചകൾ അവിരാമം ഞങ്ങൾ കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ചേർന്ന് ആലപിക്കാം. വിശ്വാസത്തോടെ പാടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. കർത്താവേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, കർത്താവേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്ത കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. ഈശോ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ഈ ആരാധന ലോകം മുഴുവൻ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിലെ ആദരവോടും ഭക്തിയോടും കൂടി കർത്താവ് ഇതിനെ നാഥനും രക്ഷകനുമായി ഏറ്റുപറഞ്ഞ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ മേൽ കർത്താവിന്റെ ശക്തി ഒഴുകട്ടെ. വിദേശ ജോലി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മക്കള് കർത്താവേ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സാമ്പത്തിക ഞെരുക്കത്തിൽ കഴിയുന്നവരെ ഈശോയെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായ മക്കളെ സ്പർശിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ചേർന്ന് പാടാം. ആരാധന, ആരാധന, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, മരുന്നോ ലേപനും അല്ല കർത്താവെ, വത്സരമാണ് മക്കളെ സുഖപ്പെടുത്തുന്ന കർത്താവെ, ആരാധന വചനത്താൽ മാരരോഗങ്ങൾ തീരാതെ അധിക കർത്താവെ ഈ നിമിഷം സൗഖ്യമാക്കട്ടെ യേശുനാമത്തിൽ കൽപ്പിക്കുന്ന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. മാരകരോഗത്താൽ വിഷമിക്കുന്നവര് ഇപ്പോൾ മനമുയർത്തി കരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഇതാ ദിവ്യകാരുണ്യത്തിന്റെ ശക്തി നിറയുകയാണ്. കർത്താവേ, അവിടുത്തെ സൗന്ദര്യം നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യത്തിന്റെ ഔഷധത്തിന്റെ ശക്തി ആത്മാവിൽ സൗഖ്യം നൽകട്ടെ. രോഗാതുരമായ ഭാഗങ്ങളിലേക്ക് കർത്താവിന്റെ ശക്തി നിറയട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. കർത്താവെ, ജീവിത വിളിക്ക് കർത്താവെ, ദൈവവിളിയില്ലാതെ വേദനിക്കുന്നവരും താമസിക്കുന്നവരുണ്ട് കർത്താവെ. വിവാഹമെന്ന കൂദാശ താമസിച്ചു പോണവരുണ്ട് ഈശോയെ. കർത്താവ്, നാനാജാതി മതസ്ഥർ കർത്താവ് വിവാഹമില്ലാതെ കർത്താവെ വേദനിച്ച് ജീവിക്കുന്നവരുണ്ട് ഈശോയെ. കർത്താവെ, മക്കളില്ലാത്തവരെ അങ്ങ് സ്പർശിക്കണം കർത്താവെ. നിന്റെ തിരുമുറുവാർന്ന് വരത് കർത്താവ് സന്താന പുഷ്ടിയുള്ളവരെ പെരുകി ഭൂമിയെ കീഴടക്കാൻ പറഞ്ഞ ആശീർവാദം കർത്താവെ ആ മക്കളിലേക്ക് ഒഴുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ. മക്കളില്ലാത്തൊരു വിവാഹ തടസ്സമുള്ളവർ കർത്താവെ ഈ നിമിഷം യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കർത്താവെ ആശ്രമിച്ച് പ്രാർത്ഥിക്കുന്ന അമ്മേ, പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്കെല്ലാം വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണം കർത്താവിന്റെ കൃപയാൽ. മക്കളില്ലാത്തവർ കർത്താവെ മക്കളെ ലഭിക്കട്ടെ. വർഷങ്ങളായിട്ട് സന്താന ഭാഗ്യമില്ലാത്തവരെ സ്പർശിക്കണമേ. മധ്യായ എലിസബത്തിന് സന്താന പുഷ്ടി കൊടുത്ത ദൈവമേ, ജീവിത ഭാരങ്ങളാൽ വിഷമിക്കുന്ന മക്കള്, ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ ദൈവത്തിന്റെ ശക്തി പ്രകടട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി. കർത്താവെ, ജോലിയില്ലാത്ത മക്കൾ കർത്താവെ,
വിദേശത്ത് പോകുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെ, സാങ്കേതികമായ കുരുക്കുകളുള്ളവരെ, രേഖാമൂലമുള്ള തകരാറുള്ളൊരു കർത്താവെ, സാമ്പത്തിക വിഷമതകളിൽ നിൽക്കുന്നൊരു കർത്താവ്, എല്ലാവരെയും കർത്താവെ ഞങ്ങൾ ആരാധനയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭവനരഹിതർ കർത്താവെ, സ്ഥലം ഇല്ലാത്തൊരു വിഷയം, സ്ഥലം കടത്തിലായപ്പോൾ ഒരു കർത്താവെ, എല്ലാവരെയും കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയം, മക്കളുടെ ദുർനടപ്പുകളും ദുശ്ശീലങ്ങളും മൂലം കർത്താവ് കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു പോയവർ കർത്താവെ, അങ്ങയുടെ തിരുസന്നിധി അവരെല്ലാവരും സമർപ്പിക്കുക കർത്താവ്. ദൈവത്തിന്റെ കരുണ കർത്താവെ അവർക്ക് ആവശ്യമില്ല. ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമായില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വരുമാനമില്ലാതെ വിഷമിക്കുന്നവരെ സമർപ്പിക്കുന്ന കർത്താവേ, മക്കളെ കുറിച്ച് കരയുന്ന മാതാപിതാക്കളെ സമർപ്പിക്കുന്നു കർത്താവേ. തെറ്റായ കൂട്ടുകെട്ടിലും പ്രേമബന്ധങ്ങളിലും കഴിയുന്ന മക്കളുടെ മേൽ സ്പർശിക്കണമേ. ഹല്ലേലൂയ. കർത്താവിന്റെ ശക്തി നിറയട്ടെ. ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ്. നമ്മുടെ കുടുംബത്തെ മുഴുവനായിട്ട് സമർപ്പിക്കാം. നിനക്കൊരു ചേർന്ന ഇണയെ നൽകുന്നെന്ന് പറഞ്ഞ ദൈവം വിവാഹപ്രായമായവരെ ആശീർവദിക്കുകയാണ്. കരമുയർത്തി മനമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിവിധമായ കേസുകളെ കെട്ടുന്നവരെ ഇതാ ഈശോ സ്പർശിക്കുകയാണ്. കർത്താവിൻ്റെ കൃപ ചൊരിയുകയാണ്. കർത്താവിൻ്റെ ചൈതന്യം ദൂഷിക്കപ്പെടുകയാണ്. ജീവിത മേഖല ദുരിതം അനുഭവിക്കുന്നവരെല്ലാം ഈശോ സ്പർശിക്കുന്നു. തെറ്റായ കൂട്ടുകെട്ടിൽ കഴിയുന്നവരെല്ലാം ഈശോ സ്പർശിക്കുന്നു. കുടുംബത്തിൻ്റെ അകത്തളങ്ങളിലെല്ലാം കല്ലുകടികളുടെ മേലും, എല്ലാ നശീകരണ വാസനകളുടെ മേലും, അതിർത്തി തർക്കങ്ങളുടെ മേലും, അയൽബന്ധത്തിൽ മുറിഞ്ഞുപോയവരുടെ മേലും കർത്താവിൻ്റെ കൃപ ചൊരിയുകയാണ്. ഈശോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള, സ്നേഹിക്കുവാനുമുള്ള കൃപ ഈശോ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തിയാൽ ഇപ്പോൾ നൽകപ്പെടുകയാണ്. ജീവിതത്തിൻ്റെ വിവിധ മേഖലകൾ ആശീർവദിക്കപ്പെടുന്നു. യേശുവേ ആരാധന. ശിരസ് നമിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ആശീർവദിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നമ്മളെയും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ആശീർവദിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.